പണം കൊള്ളാം കിടുവാണ്. ഒരു ഒരു ടൈം ട്രാവൽ ഫാൻറ്റസി കൺസെപ്റ്റിൽ വരുന്ന അപ്പോൾ ആ ഒരു രീതിയിൽ പോയി കണ്ടാൽ ഉറപ്പായിട്ട് ഷോട്ട് വർക്കാവും. ഇത് ഷോട്ട് ഹിറ്റായിരിക്കും തിയേറ്ററിൽ ഉറപ്പാണ്. കൊള്ളായിരുന്നു. ഫാൻറ്റസി എലമെൻറ്റ്സ് വർക്കാവാൻ ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ഒരു നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫാൻറ്റസി ആയാലും അതുപോലെ പാസ്റ്റ് പ്രസൻറ്റ് രണ്ട് രംഗങ്ങളൊക്കെ എല്ലാം നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്കൊരു റിപ്പീറ്റൊക്കെ പോലെ തോന്നിയായിരുന്നു ഒരു ഇൻ്റർവെല്ലൊക്കെ വരെ. പക്ഷേ ഇത് അവസാനം ഇവർ ഉദ്ദേശിച്ചോടെ തന്നെ ടൈം ട്രാവൽ മൂവിയായിട്ട് മാറിയിട്ടുണ്ട്. ടൈം ട്രാവൽ മൂവിക്ക് അവസാനം ഇല്ലല്ലോ, ഇനിയും ഭാഗങ്ങൾ കാണും. 4, 5, 6 പാർട്ടൊക്കെ ഉള്ളത്. കാരണം മുമ്പോട്ടും പുറകോട്ടുള്ള കഥ എല്ലാവർക്കും എടുത്തിടാം. ഒരു ലാസ്റ്റത്തെ സീനിൽ ഒരു കൽക്കിയുടെ ഒക്കെ ഒരു സീനൊക്കെ കൊണ്ടുവന്ന് അവർ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഒരു റിപ്പീറ്റൊക്കെ പോലെ തോന്നിയെങ്കിലും അവസാനം ആയപ്പോഴത്തേക്ക് ഇവരുടെ യൂണിവേഴ്സിലേക്ക് തന്നെ കയറി. ഇനിയൊരു ടൈം ട്രാവലർ ആയിരിക്കും കാണാൻ പോകുന്നത്. ടൈം ട്രാവലർ മൂവി പോലെ പഴയ കാലവും ഇനി വരാൻ പോകുന്ന കാലങ്ങളെല്ലാം ഇനി വരുന്നുണ്ട്. ഒരു 4, 5 പാട്ടൊക്കെ വരെ കാണാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത പാട്ടിനുള്ള സൂചനയുണ്ട്. അതിന് സൂചന തന്നിട്ടാണ് തീരുന്നത്. അതായത് ഇവിടെ തീരുന്നില്ല. കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞ പടം പഴയ ഇടയ്ക്ക് വെച്ച് നിൽക്കുവാണ്. ഇനി വരാൻ പോകുന്നു 4, 5 ഭാവങ്ങളൊക്കെ വരാനുള്ള ഹിൻ്റ് ഇതിനകത്തുണ്ട് കേട്ടോ. ആ പടം കുഴപ്പമില്ല. അവർ അവധി ആഘോഷിക്കാൻ പറ്റിയ പടമാണ്. എന്തായാലും രസകരമായിട്ടും ചെയ്തിട്ടുണ്ട്. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഫാമിലി എൻ്റർടൈൻമെൻറ്റാണ്. രസമുണ്ട്. എന്തായാലും ധർമ്മജൻ ഭയങ്കര രസമുണ്ട്. ധർമ്മജൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ധർമ്മജൻ വീണ്ടും കാലുറപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സിനിമ. പിന്നെ വിനായകനിലേക്ക് ഫസ്റ്റ് റൗണ്ട് എത്തുമ്പോൾ കുറച്ച് പടം ഹൈ ആയിട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും രസമുണ്ട്, കണ്ടിരിക്കാം. ഫാമിലിയാണ്, ഫാമിലിയായിട്ട് കണ്ടിരിക്കാം. അടുത്ത പാട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല.